ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം. ഈ ഓണക്കാല ചിത്രങ്ങളിൽ മലയാളി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. ഒരുപക്ഷെ ടൊവിനോ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം എന്ന പ്രത്യേകതയും അജയന്റെ രണ്ടാം മോഷണത്തിനുണ്ട്. ജിതിൻ ലാൽ എന്ന സംവിധായകൻ 10 വർഷക്കാലം കാത്തിരുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം. ഒരുപക്ഷെ ഏത് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും, ഏത് ഓണറിൽ വായിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ മുത്തശ്ശി കഥയും നാടോടി കഥകളും മിത്തുമെല്ലാം ചേർന്നിണങ്ങിയ ഒരു ഫാന്റസി ഫോക്ലോർ സിനിമയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത്തരത്തിൽ കെട്ടുകഥകളും മുത്തശ്ശി കഥകളും അതിനോടൊപ്പം ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റുകളും ഫാന്റസിയും എല്ലാം ചേർത്ത ഒരു പ്രത്യേക കഥാശൈലി ഈ സിനിമയ്ക്ക് അവകാശപ്പെടാനുണ്ട്. ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യൻ ഫ്ലേവർ എന്ന് പറയാൻ തക്ക വിധം മേന്മയോടെയാണ് ഈ 3D ചിത്രം നമ്മളിലേക്ക് എത്തുന്നത്. മോഷണ കഥകൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അത്തരം സിനിമകൾ എന്നും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുമാണ്. ഇത്തരത്തിൽ 3 കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. കുഞ്ഞിക്കേളു എന്ന അഭ്യാസിയുടെ ആദ്യ കാലഘട്ടം, മണിയൻ എന്ന മോഷ്ടാവിന്റെ കാലഘട്ടം, അജയൻ എന്ന ഒരു സാധാരണ ഇലക്ട്രീഷ്യന്റെ കാലഘട്ടം. ഈ 3 കാലഘട്ടങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ 3 കാലഘട്ടങ്ങളെയും 3 കഥാപാത്രങ്ങളെയും അടയാളപ്പെടുത്തുന്നുണ്ട് സിനിമ. ഇവിടെയാണ് ടൊവിനോ തോമസ് നടൻ കയ്യടി അറിയിക്കുന്നത്. ഒരിക്കലും ആവർത്തനമെന്ന് തോന്നാത്ത രീതിയിൽ 3 കഥാപാത്രങ്ങളെയും 3 രീതിയിൽ 3 ശബ്ദവിന്യാസങ്ങളിൽ ഒരു പഴുതുകളുമില്ലാതെ മനോഹരമാക്കി ആ നടൻ അത് നിറവേറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ തൻ്റെ ആദ്യ ചിത്രമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ജിതിൻ ലാലിൻ്റെ മേക്കിംഗ് അപാരമായി കാണിക്കുന്ന ഒരു സിനിമയാണ്. ജോമോൻറ്റി ജോണിൻ്റെ കിടിലൻ ഛായാഗ്രഹണവും ദിബു നൈനാൻ ഐസക്കിൻ്റെ ഗംഭീരമായ പശ്ചാത്തല സംഗീതവും സമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും ഈ സിനിമയെ മികവുറ്റതാക്കുന്നുണ്ട്. ടൊവിനോ എന്ന നടൻ്റെ വലിയ ഡെഡിക്കേഷൻ തീർച്ചയായും ഈ സിനിമയുടെ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗംഭീരമാണ് സുരഭി എന്ന കഥാപാത്രത്തിൻ്റെ പെർഫോമൻസും. മറ്റ് ഒട്ടനവധി കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും ഇതിലെ മണിയൻ എന്ന കഥാപാത്രം ഒരുപക്ഷെ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറഞ്ഞ സമയമായുള്ളെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് ഒരു ഷോ സ്റ്റീലറായി മണിയൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സിനിമ തീർച്ചയായിട്ടും ഒരു ഓണക്കാല ചിത്രത്തിൽ ഒരു സെലിബ്രേഷൻ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന കൈക്കുറ്റപ്പാട് തീർത്ത ഒരു ഗംഭീര വർക്കാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യൻ സിനിമയെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന, കണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് പോലും എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ പശ്ചാത്തലവും കാലഘട്ടവും എല്ലാം വളരെ ഗംഭീരമായി നന്നായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് തികച്ചും മടികൂടാതെ പ്രതീക്ഷയോടെ കണ്ടിരിക്കാവുന്ന, ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണ് ടൊവിനോ തോമസിൻ്റെ അജയന്റെ രണ്ടാം മോഷണം. ഒരുപക്ഷെ എല്ലാ മോഷ്ടാക്കളുടെ ഉള്ളിലും ചില സത്യങ്ങളുണ്ട് എന്നുള്ളതാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. കാലങ്ങളിലൂടെ ആ സത്യമന്വേഷിച്ചുള്ള യാത്രയും ആ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നതുമെല്ലാം സിനിമ ഗംഭീരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കള്ളന്റെ കഥയിലൂടെ ഒരു വേള യാത്ര ചെയ്യാവുന്നതാണ്.